രാവിലെ ചാരുമോള് നിലം തുടച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇവിടെ ഒന്ന് കയറിയ രാക്ഷസി ഉണ്ടല്ലോ, ബക്കറ്റിലെ വെള്ളം മനഃപൂർവ്വം തട്ടിമറിച്ചിട്ടു. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ വേദന അഭിനയിച്ച് കാണിക്കുകയായിരുന്നു. ഞാനിതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നത് ആ രാക്ഷസി അറിഞ്ഞില്ല. ആണോ ബാല? അതൊന്നും സാരമില്ല ബാലമാമ. മറുപണി കൊടുക്കാനുള്ള അവസരം എനിക്കും വരും. കൊടുക്കണം മോളെ, നല്ലൊരു പണി കൊടുക്കണം. ആകാശ് പോയാ മോളെ? ആ പോയി. അക്കുചേട്ടൻ മാത്രമല്ല, പുതിയ മരുമകളും ഓഫീസിലേക്ക് പോയി. കല്യാണം കഴിഞ്ഞ് 3-ാം ദിവസം ആവുന്നല്ലേ ഉള്ളൂ, അപ്പോഴേക്കും ഓഫീസിൽ പോയോ? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ചാരുമോളെ, അരവിന്ദ് ഹേമ ഒന്നും പറഞ്ഞില്ലേ? പിന്നെ പറയാതിരിക്കോ? അവരെ കൊണ്ടാവും വിധം പറഞ്ഞു നോക്കി. അതിന് മറുപടി എന്തായിരുന്നു അറിയോ? PWD ചീഫ് എഞ്ചിനീയർ ആണ്, സെക്ഷൻ സ്റ്റാഫ് എന്നൊക്കെയാണെന്ന് പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ആ കിട്ടണം, 2 നല്ലപോലെ കിട്ടണം. നിന്റെ അമ്മായി പൊന്നു പൊന്നു എന്ന് പറഞ്ഞ് തലേ കയറ്റി വെച്ചിരിക്കായിരുന്നല്ലോ. അവനാണെങ്കിൽ മേഡം എന്ന് പറയുമ്പോ തേനൊഴുക്കുമായിരുന്നല്ലോ. അനുഭവിക്കട്ടെ. എത്ര തവണ പറഞ്ഞു കൊടുത്തതാ നമ്മള്, കേട്ടില്ലല്ലോ. ആ തലയിലെഴുത്ത് മായ്ക്കാൻ പറ്റില്ലല്ലോ. ആ നമുക്കിതൊന്നും ആലോചിക്കണ്ട. ഭാഗവിന്ദ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഒന്നും പറയണ്ട എന്റെ സൗമ്യയെ. ഭാര്യയും കൂടി ഒരു തുണിക്കടയിലേക്ക് കയറിയതേ ഓർമ്മയുള്ളൂ. ഈ മാസം ശമ്പളം തീർന്നു കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യാനാ? സാറേ, കഥ പറഞ്ഞിരിക്കുന്നത് ശ്രേയ മാഡം കണ്ട അറിയാലോ. പിന്നെ മാഡം ഇപ്പൊ എങ്ങ് ഓഫീസിലേക്ക് വരാൻ പോകുന്നില്ല. ഇവിടത്തെക്കാളും പ്രധാനപ്പെട്ട ജോലി അവിടെയാ, ഭർത്താവിന്റെ കൂടെ. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. മാഡം പെട്ടെന്ന് ഓഫീസിലേക്ക് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അതെനിക്കറിയാൻ പ്രതീക്ഷിച്ചില്ലാന്ന്. അതാണല്ലോ ഞാനിപ്പോ കണ്ടത്. ഓഫീസ് വർക്കാണ് എനിക്ക് ഇമ്പോർട്ടന്റ്, അല്ലാതെ വീട്ടില് ഭർത്താവിന്റെ കൂടെ റൊമാൻസ് കാണിച്ചിരിക്കലല്ല. കേട്ടോ മിസ്റ്റർ രാജേന്ദ്രൻ? ഓ കേട്ടു മാഡം. ഞാനൊരു കാഷ്വൽ ടോക്ക് വർക്ക് ചെയ്യാൻ നോക്ക്. ഓ ആ പിന്നെ പുറത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളം മാറ്റാനുള്ള ഏർപ്പാടി. ഓ ശരി മാഡം. സാറ്, ഞാൻ പറഞ്ഞതല്ലേ മാഡം വരുമെന്ന്. പണിഷ്മെന്റ് ഉറപ്പായെന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എന്റെ പൊന്നാകാശേ, ശ്രേയാമ്മയുടെ ഓഫീസിലേക്ക് വരുന്ന കാര്യം നേരത്തെ ഒന്ന് അറിയിക്കാമായിരുന്നില്ലേ? നേരത്തെ അറിയില്ല. മാഡം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ പറഞ്ഞു. ഒന്ന് വിളിച്ച് പറയായിരുന്നു എന്നോട്. എനിക്ക് പണിഷ്മെന്റ് ഉറപ്പായി. പണിഷ്മെന്റ് ഒന്നും ഉണ്ടാവില്ല രാജേന്ദ്രേട്ടാ. വർക്ക് ചെയ്യാൻ നോക്ക്. ഇനി അതിനായിരിക്കും വഴക്കേക്കേണ്ടി വരുന്നത്. അശോക ചേച്ചി, ഞാൻ അരി ഇടുന്നുണ്ടേ. ഇനി കറിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ചേച്ചി, ഞാൻ അരി ഇടുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, പിന്നെന്തിനാ?
ഈശോ ചേച്ചി, ഒരു വീട്ടിൽ രണ്ടായിട്ട് പാചകം ചെയ്യാൻ പാടില്ല. പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഭാഗം വെച്ച് പിരിയുന്ന പോലെ അല്ല, ഒരു വീട്ടിൽ രണ്ടടുക്കളയായ ഐശ്വര്യക്കേടാ. മാറങ്ങോട്ട്. ബാലമാമൻ അറിഞ്ഞാൽ വല്ലാതെ വിഷമിക്കും ചേച്ചി. വേണ്ട ചേച്ചി, കൈയെടുക്കടി. പറയുന്ന ഒന്ന് കേൾക്ക് ചേച്ചി. കൈയെടുക്കാൻ. എടി, പാചകവും അടുക്കളയും രണ്ടായത് നീ കാരണം. ചേച്ചി മിണ്ടായിരിക്കടി. അശ്വതി, ഊണ് റെഡിയായല്ലോ. ഇവിടെ ഓരോരുത്തരുടെ ഭാവം കണ്ടാ തോന്നും വലിയ പാചകക്കാരിയാണെന്ന്. അടുത്തത് എത്തിയിട്ടുണ്ട്. ചാരുമോളെ, നല്ല മണം വരുന്നുണ്ടല്ലോ. മാമ്പഴപ്പുളിശ്ശേരിയാ ബാലമാമൻ. ആ, കൊള്ളാം. അശ്വതി, നീ എന്താ ഉണ്ടാക്കിയത്? സാമ്പാറും ഉണക്കമീൻ വറുത്തതാമേ. ഓ, അപ്പൊ ഇയാൾക്ക് മണം കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. ആ, ഉണക്കമീൻ വറുത്തതിന്റെ മണവാ, അല്ലാതെ മാമ്പഴപ്പുളിശ്ശേരിയുടേതല്ല. എന്താ പറഞ്ഞ്? മനസ്സിലായില്ല. ഈ വീട്ടിൽ രണ്ടെടുപ്പോ? അതെ, അതിനിപ്പോ എന്താ കുഴപ്പം? നിങ്ങളുടെ പെങ്ങടെ മോൾ ഉണ്ടാക്കിയതേ ഞങ്ങൾ തിന്നാവൂന്ന് നിർബന്ധമുണ്ടോ?